ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 33. തസ്മാത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. വിവർത്തനം. അതിനാൽ എഴുന്നേൽക്കൂ, പൊരുതി യശസ്സു നേടാൻ തയ്യാറാകൂ. ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ. ഞാൻ അവരെ മുമ്പ് തന്നെ കൊന്നുകഴിഞ്ഞു. നീ കേവലം ഒരായുധമാവുന്നതേയുള്ളൂ. സവ്യസാചിൻ. ഭാവാർത്ഥം. അമ്പെയ്യുന്നതിൽ അതിവിദഗ്ധനായവനത്രേ സവ്യസാചി. ശത്രുസംഹാരത്തിന് കഴിവുള്ളവനാണ് അർജുനൻ എന്ന് ഈ പേര് സൂചിപ്പിക്കുന്നു. നിമിത്തമാത്രം, ഉപകരണം മാത്രമാവുക എന്നർത്ഥം. ഈ വാക്കും അർത്ഥവത്താണ്. ഭഗവാന്റെ പരിപാടി അനുസരിച്ച് ഈ പ്രപഞ്ചമൊട്ടാകെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിപാടിയുമില്ലാതെയാണ് ഈ നീക്കമെന്ന് അറിവില്ലാത്ത മൂഢന്മാർ മാത്രമേ കരുതുകയുള്ളൂ. എല്ലാ പ്രതിഭാസങ്ങളും ആകസ്മിക സംഭവങ്ങളാണെന്ന് അവർ കരുതുന്നു. അങ്ങനെ ആയിരിക്കാമെന്നോ ആവാമെന്നോ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയപ്പെടുന്നവർ അഭിപ്രായപ്പെട്ടേക്കാം. എന്നാൽ ഇവിടെ ഈ സംശയത്തിന് ഇടമില്ല തന്നെ. ഭൗതിക പ്രപഞ്ചത്തിൽ ഒരു നിശ്ചിത പരിപാടിക്കനുസരിച്ചാണ് എന്തും സംഭവിക്കുന്നത്. എന്താണ് ആ പരിപാടി? ബദ്ധരായ ജീവാത്മാക്കൾക്ക് സ്വധാമമായ ഭഗവത് പദത്തിലേക്ക് തിരിച്ചെത്താൻ അവസരം കൊടുക്കുകയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഉദ്ദേശം. ഭൗതിക പ്രകൃതിക്ക് മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്ന പ്രവണത അവരിൽ നിലനിൽക്കുന്ന കാലത്തോളം ആത്മാക്കൾ ബദ്ധരാണ്. ഭഗവാന്റെ പരിപാടി എന്തെന്ന് മനസ്സിലാക്കി കൃഷ്ണാവബോധം പുലർത്തിപ്പോരുന്നവനത്രേ ഏറ്റവും ബുദ്ധിമാൻ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾ കൃഷ്ണന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധവും കൃഷ്ണന്റെ പരിപാടിയുടെ നിർവഹണമത്രേ. അർജുനൻ യുദ്ധത്തിനെതിരാണ്. എങ്കിലും ഭഗവാന്റെ ഹിതമനുസരിച്ച് അദ്ദേഹത്തിന് പൊരുതേണ്ടി വരും. അങ്ങനെ അദ്ദേഹം സന്തുഷ്ടനാവും. കൃഷ്ണാവബോധം തികഞ്ഞ് ഭഗവത് സേവന നിരതനാകുന്ന ആളാണ് പൂർണ്ണ മനുഷ്യൻ. ശ്ലോകം 34. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാ വ്യതിഷ്ഠ യുധ്യസ്വ ചേതാസി രണേ സപത്നാൻ. വിവർത്തനം. ഭീഷ്മൻ, ദ്രോണൻ, ജയദ്രഥൻ, കർണൻ എന്നിവരും മറ്റു മഹാരഥന്മാരും ഇപ്പോൾ തന്നെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവരെ കൊല്ലുന്നതിൽ നിനക്ക് ദുഃഖം വേണ്ട. നീ പൊരുതുക മാത്രം ചെയ്താൽ മതി. ശത്രുക്കൾ തോറ്റുപോകും. ഭാവാർത്ഥം. എല്ലാ പരിപാടികളും പരമപുരുഷൻ നിശ്ചയിച്ചതുപോലെ തന്നെ നിറവേറുന്നു. എന്നാൽ കൃഷ്ണന്റെ ഇഷ്ടമനുസരിച്ച് അവ നിർവഹിച്ചതിനുള്ള ബഹുമതി ഭക്തന്മാർക്ക് ലഭിക്കണമെന്നാണ് കരുണാനിധിയായ ഭഗവാന്റെ ഇംഗിതം. അതിനാൽ ഏവരും ഒരു ആധ്യാത്മികാചാര്യന്റെ സഹായത്താൽ ഭഗവാനെപ്പറ്റി മനസ്സിലാക്കുകയും കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയിലൂടെയാണ് ജീവിതം മുന്നോട്ട് നീക്കേണ്ടത്. ഭഗവാന്റെ പരിപാടികൾ അവിടുത്തെ കരുണ കൊണ്ട് മാത്രമേ നമുക്കറിയാൻ കഴിയൂ. ഭക്തന്മാരുടെ പരിപാടി ഭഗവത് നിശ്ചയങ്ങൾക്ക് അനുയോജ്യങ്ങളുമായിരിക്കും. അവയെ പിന്തുടർന്നാൽ ജീവിത സമരത്തിൽ വിജയം വരിക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.